ഹായ് മക്കളെ, കിഡ്മാക്സിലേക്ക് സ്വാഗതം. സുഖാണോ നിങ്ങൾക്ക്? അപ്പം നമ്മൾ 9ാം ക്ലാസ്സായിട്ട് പോർഷനല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നേ. അവരുടെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമായി. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 60 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ മക്കൾ, എന്താ എഴുതിയേക്കണേന്ന്. പ്രൂവ് ദാറ്റ് √2 + 1 × √2 - 1 = 1. Use this to compute 1/√2 - 1 correct to 2 decimal places. അപ്പോൾ ആദ്യം നമുക്കൊരു പ്രൂഫാണ് ചെയ്യാനുള്ളത്. എന്താണ് പ്രൂഫ് പറയണത്? √2 + 1 × √2 - 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ അത് ചെയ്യാമെന്ന്. അപ്പോൾ √2 + 1 × √2 - 1 = 1 ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് LHS എടുത്ത് എഴുതാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS എന്താണ്? √2 + 1 × √2 - 1 ഈ പ്രൂവ് ചെയ്യേണ്ടതിന്റെ ലെഫ്റ്റ് സൈഡ് എടുത്ത് എഴുതി. എന്നിട്ട് ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞങ്ങൾക്കൊന്നും തോന്നലുള്ള വിഷയമായിരിക്കും നിങ്ങൾ പറയണ്ടാവുക. അപ്പം നോക്കിയേ, ഇതിന് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ എന്നാ ചോദിച്ചേ. ഇതിന്റെ രണ്ടെണ്ണത്തിലെയും ആദ്യത്തെ ടേംസ് സെയിമാ അല്ലേ? √2 ആ. ഈ രണ്ടെണ്ണത്തിലും രണ്ടാമത്തെ ടേം സെയിമാ 1. പിന്നെ എന്തിനു മാത്രം മാറ്റുള്ളൂ? നടുക്കത്തെ ചിഹ്നം മാത്രം മാറിയിട്ടുള്ളൂ. ഒരെണ്ണത്തിൽ പ്ലസ് ആണ്, മറ്റേത് മൈനസ്. ഇത് കാണും. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിക്ക് ചെയ്തോ? ഇങ്ങനത്തെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഐഡന്റിറ്റീസ് പഠിച്ചപ്പോ? പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു നിങ്ങൾ പഠിച്ച ഐഡന്റിറ്റി? A + B × A - B. ഇങ്ങനെ എണ്ണം പഠിച്ചിട്ടില്ലേ? ഇതിലും എന്താ പ്രത്യേകത? ആദ്യത്തെ ടേമിന് മാറ്റില്ല, രണ്ടാമത്തെ ടേമിന് മാറ്റില്ല. ആർക്ക് മാത്രമേ മാറ്റുള്ളൂ? ഇടയിലുള്ള ഈ സൈനിന് മാത്രമേ മാറ്റുള്ളൂ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരെ എങ്ങനെ എഴുതാന്നാ നമ്മൾ പഠിച്ചത്? A + B × A - B = A² - B² എന്ന് എഴുതാന്നല്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ മക്കളൊന്ന് നോക്കിയേ. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? A = ഇവിടെ എന്താ വരണേ? √2. ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ വരുന്നത്? 1. അപ്പൊ അത് വെച്ചിട്ട് ഐഡന്റിറ്റി വെച്ച് നമ്മൾ ഇതിനെ എഴുതുകയാണെങ്കിൽ എന്ത് എഴുതാം മക്കളെ? ദിസ് = ആദ്യത്തെ ടേമിന്റെ സ്ക്വയർ മൈനസ് രണ്ടാമത്തെ ടേമിന്റെ സ്ക്വയർ എന്നല്ലേ? A² - B² എന്ന് വെച്ചാ. അപ്പൊ ഇവിടെ വരുമ്പോ √2² - 1² which is equal to √2ന്റെ സ്ക്വയർ എന്താ? 2. 1ന്റെ സ്ക്വയർ എന്താ? 1. √2ന്റെ സ്ക്വയർ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചാണ് എന്ത്? √A × √A എന്ന് പറഞ്ഞാൽ എന്താണ്? √Aയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ എപ്പോഴും എന്തായിരിക്കും? A ആയിരിക്കും. ഇതാണ് ജനറൽ ഫോർമുല. അപ്പൊ √A² = A. അങ്ങനെയാണ് √2² = 2. അപ്പൊ 2 - 1 = എന്ത് വന്നു ആൻസർ? 1. ഇതെല്ലാം നമുക്ക് തെളിയിക്കണ്ടേ? അപ്പൊ അത് കഴിഞ്ഞു. ഇനി എന്താ ചോദ്യത്തിന്റെ രണ്ടാം പാർട്ട് പറയണേ? കമ്പ്യൂട്ട് 1/√2 - 1. ഇത് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. യൂസ് ദിസ് ടു കമ്പ്യൂട്ട്. അപ്പൊ 1/√2 - 1 എഴുതി. ഇങ്ങനെ വരുന്ന എല്ലാ സന്ദർഭങ്ങളിലും 1/, എന്ന് വെച്ചിട്ട് ഞാൻ അന്നൊരിക്കൽ പറഞ്ഞിരുന്നു നിങ്ങളോട്. എന്താണ്? താഴെ റൂട്ട് വെച്ചിട്ട് നമ്മൾ നിർത്തില്ല. അപ്പൊ നമ്മളിതിനെ എങ്ങനെ റൂട്ട് കളയും താഴേന്ന്? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത്? കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയും. കോഞ്ചുഗേറ്റ്. എന്താ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ അറിയോ? ദിസ് ഇൻറ്റു ഈ താഴെ ഉള്ളതിനെ നോക്കും നമ്മൾ. ഇവിടെ എന്താ കിടക്കണേ? √2 - 1 കിടക്കണേ അല്ലേ? അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഇത് A + B കിടക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? A - B കൊണ്ട്. ഇവിടെ A - B കിടക്കണമെങ്കിൽ നമ്മൾ ഈ ഫോർമുലയിലേക്ക് ആക്കും. ഓക്കെ, ഇവിടെ A - B കിടക്കണമെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? A + B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്നതിന്റെ നേരെ എതിരായിട്ടുള്ളത് കൊണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ √2 - 1 അല്ലേ ഉള്ളത്? അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എന്താണ്? √2 + 1. ഇതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ അങ്ങനെ നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റുമോ? ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് എവിടെയും ചെയ്യണം? ന്യൂമറേറ്ററിലും ചെയ്യണം അല്ലേ? അപ്പൊ നമ്മള് ഇവിടെ ചെയ്ത സ്ഥിതിക്ക് ഇനി മോളിലും ചെയ്യും. √2 + 1. ചുരുക്കി പറഞ്ഞാൽ താഴെ മോളിലും ഇതിന്റെ കോഞ്ചുഗേറ്റ് √2 - 1ന്റെ കോഞ്ചുഗേറ്റ് എന്താണ്? √2 + 1. അതുകൊണ്ട് താഴെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ എന്ത് വരും? മുകളിൽ 1 × √2 + 1. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഒരു മാറ്റം വരില്ല എന്നൊക്കെ അറിയാലോ. √2 + 1 ബൈ താഴെയോ? ഇതിന്റെ ഉത്തരം ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? 1 ആണെന്ന്. അപ്പൊ ഇതിന്റെ ഉത്തരം കിട്ടി /1.
വിച്ച് ഈസ് ഈക്വൽ ടു ബൈ 1 എഴുതുന്നതും എ ബൈ 1 എന്ന് എഴുതിയ എ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്ത് വന്നു? √2 + 1 വിച്ച് ഈസ് ഈക്വൽ ടു √2ന്റെ വില നമുക്കറിയാം 1.41 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 2.41. ഇങ്ങനെ എഴുതാനല്ലേ അവർ പറഞ്ഞ ഇങ്ങനെ കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ്. നമ്മൾ 2 ഡെസിമൽ പ്ലേസ് വരെ കറക്റ്റ് ആക്കി. അപ്പൊ പ്രത്യേകത എന്താ? ഇതുവരെ നമ്മൾ പഠിച്ച കണക്കിൽ നിന്ന് ഇവിടെയുള്ള വ്യത്യാസം എന്താണ്? ഇങ്ങനെ താഴെ റാഡിക്കൽസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കോഞ്ചുഗേറ്റ് എങ്ങനെ എടുക്കുന്നത്? ഇത് a-b ഫോമിലാണ് എടുക്കണമെങ്കിൽ അതിന്റെ a+b എടുക്കും. a+b ഫോമില കിടക്കണമെങ്കിൽ a-b എടുക്കും. അപ്പൊ ഇവിടെ √2 - 1 ആണ് കിടക്കണേ. അപ്പൊ √2 + 1 ഉണ്ട്. മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഈ താഴത്തത് ഏത് ഫോമിലായി മാറും? എപ്പോഴും റൂട്ട് പോകും, അതിന്ന് a² - b² ഫോമിലാകും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യും, മുകളിലുള്ളതിനെ സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പൊ അടുത്ത കണക്കിലേക്ക് പോകാം കേട്ടോ. അടുത്തതും ഇതുപോലത്തെ തന്നെയാണ്. അപ്പൊ ഇതെങ്ങാനും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. എന്താ പറയണത്? ക്വസ്റ്റ്യൻ നമ്പർ 3. കമ്പ്യൂട്ട് 1/√2 + 1. നേരത്തെ തന്നതിൻ്റെ നേരെ എതിർ സൈഡ്. ഡിനോമിനേറ്ററിൽ എന്തായിരുന്നു? നേരത്തെ √2 - 1 ആണെങ്കിൽ ഇവിടെ 1/√2 + 1 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കിയ മക്കളെ, ഇങ്ങനെ എന്ത് വന്നാലും നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? താഴെ മുകളിലും കോഞ്ചുഗേറ്റ് എടുത്ത്. എന്താണ് √2 + 1ന്റെ കോഞ്ചുഗേറ്റ്? ഇത് ഏത് ഫോമില കിടക്കണേ? a+b ഫോമില അല്ലേ? അപ്പൊ ഇതിന്റെ കോഞ്ചുഗേറ്റ് ഏത് ഫോമിലായിരിക്കും? a-b ഫോമിലായിരിക്കും. അപ്പൊ √2 + 1ന്റെ കോഞ്ചുഗേറ്റ് എന്ത് വരും? അപ്പോ നടുക്കത്തെ സൈഡ് മാറ്റ്. ഇപ്പൊ എന്ത് വന്നു? √2 - 1 എന്ന് വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? താഴെയും മുകളിലും ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 1 × √2 - 1 വിച്ച് ഈസ് ഈക്വൽ ടു താഴെയോ √2 + 1 × √2 - 1 വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉത്തരം 1 ആണെന്ന്. അതുകൊണ്ട് ഇനി അത് ചെയ്യേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫോർമുല വെച്ച് ചെയ്യുക? a² - b² ഫോർമുല വെച്ച് ചെയ്യണം കേട്ടോ. സോ √2 - 1 ഇതിന്റെ ആൻസർ എന്താണ്? 1 വിച്ച് ഈസ് ഈക്വൽ ടു √2 - 1 ദാറ്റ് ഈസ് 1.41 ആണ് √2ന്റെ വില. അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 1 കുറയ്ക്കണം. അപ്പൊ പിന്നെ മിച്ചം എന്തേ ഉള്ളൂ? 0.41. ഇതാണ് രണ്ടാമത്തെ ആൻസർ. എളുപ്പല്ലേ? അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സിംപ്ലിഫൈ √3 - √2 into √3 + √2. Use this to compute 1/√3 - √2 and 1/√3 + √2 കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ്. അതായത് മുമ്പേ ചോദിച്ച 2 ചോദ്യവും കമ്പൈൻ ചെയ്ത് ഒന്നായി ചോദിച്ചേക്കാണ്. എലമെന്റ്സിന് മാറ്റമുണ്ട്. അപ്പൊ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? √3 - √2 into √3 + √2 which is equal to ഇവിടുത്തെ പോലെയല്ലേ കിടക്കണേ? ഇടയിലുള്ള സൈനിന് മാത്രമല്ലേ മാറ്റുള്ളൂ. എയും ബിയും സെയിം അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എ എന്താ ബി എന്താണെന്ന് എഴുതി വെക്കാം. ഇവിടുത്തെ കേസിൽ ഈ കേസിൽ എ എന്താ വരുന്നത്? √3, ബി എന്താ വരുന്നത്? √2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഐഡന്റിറ്റി ഉപയോഗിക്കാലോ. therefore this equal to √3² - √2² which is equal to √3യുടെ സ്ക്വയർ എന്താ? 3, √2ന്റെ സ്ക്വയർ എന്താ? 2. സോ ആൻസർ എന്ത് വന്നു? 1. ഇനി അപ്പൊ അത് പോയി. അപ്പൊ ഇനി എന്ത് വരും? ഇതിന്റെ എപ്പോഴും ആൻസർ 1 എന്ന് വരണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ നമുക്ക് തന്ന വിലകൾ വെച്ച് 2 1 വന്നു. പക്ഷെ എന്തായാലും ഉത്തരം 1 വന്നില്ലെങ്കിലും എല്ലാ കേസിലും ഉത്തരം എന്തായിരിക്കും? റൂട്ട് ഇല്ലാത്തൊരു നമ്പർ ആയിരിക്കും ആൻസർ. അത് മാത്രമേ ഓർക്കുള്ളൂ. ഇപ്പോഴും 1 വരണമെന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ തവണയും 1 വന്നു, ഇപ്പോഴും 1 വന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാം ഇപ്പോഴും 1 ആവണമെന്നില്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ റൂട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ √5ഉം √2 ആണെന്ന് നോക്കിയേ. അപ്പൊ എന്ത് വരും? √5 + √2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? 5 - 2 എന്ന് വരും അല്ലേ? എന്താ ആൻസർ വരാം? 3. കണ്ടോ, റൂട്ട് ഇല്ലാത്ത നമ്പർ ആണെന്ന് ഉറപ്പിക്കാം. പക്ഷെ എപ്പോഴും 1 ആയിരിക്കും ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ നമുക്ക് അങ്ങനെ വന്നു എന്നുള്ളൂ. അപ്പൊ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി എന്താണ് അടുത്ത ചോദ്യം പറഞ്ഞേക്കണേ? കമ്പ്യൂട്ട് 1/√3 - √2 ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്ത് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√3 മൈനസ് √2 ഇൻറ്റു ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് വെച്ചാൽ എന്താ, നടുവിലത്തെ സൈൻ മാറ്റാം. അപ്പോൾ √3 പ്ലസ് √2 ബൈ √3 പ്ലസ് √2 വിച്ച് ഈസ് ഈക്വൽ ടു മുകളിൽ എന്ത് വരും, √3 പ്ലസ് √2, താഴെയോ ഇതിൻ്റെ ഉത്തരം നമുക്കറിയാം 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √3യുടെ വില നമുക്കറിയില്ലേ, എന്താണ് 1.70 പ്ലസ് 1.41. സോ ആൻസർ എന്ത് വരും, 4, 11, 3.14. ഇത് രണ്ടും തമ്മിൽ കൂട്ടാം. ഒന്നും 3 കൂടി കൂട്ടുമ്പോൾ 4, ഇതും തമ്മിൽ കൂട്ടുമ്പോൾ 11, ശിഷ്ടം 1 വരും. അതിങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യുമ്പോൾ 3.14. മനസ്സിലായല്ലോ അല്ലേ മക്കൾക്ക്? അടുത്തതോ ഇതിൻ്റെ തന്നെ സൈൻ ചേഞ്ചാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതേ കാര്യം തന്നെ സൈൻ മാറ്റി കൊടുത്തേക്കുന്നത് മാത്രം. അപ്പൊ മിസ് ഈ ഭാഗം വായിക്കാണ്. എന്താണ് 1/√3 പ്ലസ് √2. അപ്പൊ എന്ത് വരും, മുകളിലും താഴെ എന്തുകൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് വെച്ചാൽ നടുക്ക് നെഗറ്റീവ് സൈൻ വരും. ദാറ്റ് ഈസ് 1/√3 പ്ലസ് √2 ഇൻറ്റു √3 മൈനസ് √2. പിന്നെ താഴെയും √3 മൈനസ് √2. ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്താണോ അതുകൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു √3 മൈനസ് √2 ബൈ ഇതിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്താണെന്ന് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1.73 മൈനസ് 1.41 വിച്ച് ഈസ് ഈക്വൽ ടു ഇവരെ തമ്മിൽ ചെയ്യുമ്പോൾ 1.73 1.41 2 എന്ന് വരും, ഇവിടെ 3 എന്ന് വരും. അപ്പോൾ 0.32. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. 0.32 എന്ന് ആൻസർ കിട്ടി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 4ാമത്തെ ചോദ്യം കേട്ടോ നമ്മൾ കഴിഞ്ഞത്. 5ാമത്തെ ചോദ്യം നോക്കിയേ. പ്രൂവ് ദാറ്റ് റൂട്ട് ഓഫ് 2 and 2/3 ഈക്വൽ ടു 2 ഇൻറ്റു √2/3. ക്യാൻ യു ഫൈൻഡ് അതർ നമ്പേഴ്സ് ലൈക്ക് ദിസ്? ഓ ഭയങ്കര സംഭവമാണല്ലോ ചോദിച്ചേക്കണേ. റൂട്ട് ഓഫ് 2 and 2/3 ഈക്വൽ ടു 2 ഇൻറ്റു √2/3 എന്ന് എഴുതാമോ? കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും 2നെ എങ്ങനെ പുറത്തേക്ക് എടുത്തേന്നല്ലേ. അങ്ങനെ തോന്നുന്നുണ്ടോ? √2 and 2/3 അതിൽ നിന്ന് 2 മാത്രം പുറത്തു വന്നു, ബാക്കിയുള്ളവരെങ്ങനെ അകത്ത് തന്നെ ആയിപ്പോയേ എന്നൊന്നും തോന്നണ്ട. എളുപ്പമാണ് കേട്ടോ. ഇത് മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ, നമ്പറായിട്ട് ആലോചിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത്. മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ ആദ്യം നമുക്ക് √2 and 2/3 ഒന്ന് കൈകാര്യം ചെയ്ത് നോക്കാം. റൂട്ട് ഓഫ് 2 and 2/3 ഈക്വൽ ടു 2 ഇൻറ്റു √2/3. ഇത് തെളിയിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം LHS എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൂട്ട് ഓഫ് 2 and 2/3. ഇതെന്ന് വെച്ചാൽ മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ മക്കളെ, മിശ്ര ഭിന്നം അല്ലേ. അതിനെ നമ്മൾ എന്താക്കണം, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, ആ കിട്ടുന്ന ഉത്തരത്തിനെ 2 കൊണ്ട് ആഡ് ചെയ്യും, എന്നിട്ട് /3 എന്ന് എഴുതും അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. റൂട്ട് ഓഫ് 2 ഇൻറ്റു 3 ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും പ്ലസ് 2/3. ഇങ്ങനെയാണല്ലോ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ വരുന്നത്? റൂട്ട് ഓഫ് 8/3 എന്ന് വന്നു അല്ലേ. റൂട്ട് 8/3 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ 8നെ നമുക്ക് എങ്ങനെ മാറ്റാന്ന് മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. 8നെ 4 ഇൻറ്റു 2 അല്ലേ, നമ്മൾക്ക് റൂട്ട് ഉള്ളതും റൂട്ട് ഇല്ലാത്തതുമായിട്ടുള്ള നമ്പറായിട്ട് നമ്മൾ മാറ്റാണ്. അപ്പൊ 8നെ നമുക്ക് എന്ത് എഴുതാം, 4 ഇൻറ്റു 2/3 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മളൊന്ന് മാറ്റാണ് 4 ഇൻറ്റു 2/3. ശരി തന്നെയല്ലേ? 4 ഇൻറ്റു 2/3 എന്ന് വെച്ചാൽ 8/3 അല്ലേ. നമ്മൾ മാത്തമാറ്റിക്കലി റോങ് ആയിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ഒന്ന് നോക്കണത് ശരിയല്ലേ എന്ന്. 4 ഇൻറ്റു 2/3 എന്ന് എഴുതിയാലും 4 ഇൻറ്റു 2/3 എന്ന് എഴുതിയാലും റൂട്ട് ഓഫ് 8/3 തന്നെയാണ്. അപ്പം മാറ്റമില്ല. ഇനി നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട് അല്ലേ, പ്രൊഡക്റ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് പഠിച്ചിട്ട് നമ്മൾ പഠിച്ചിരുന്നു റൂട്ട് AB ഈക്വൽ ടു റൂട്ട് A ഇൻറ്റു റൂട്ട് B എന്ന് എഴുതാന്ന്. ഓർക്കുണ്ടോ റേഷൻ്റെ നിയമം പഠിച്ചപ്പോൾ? അപ്പൊ റൂട്ട് ABനെ റൂട്ട് A ഇൻറ്റു റൂട്ട് B, അതായത് ഇവരെ നമുക്ക് രണ്ടുപേർക്കും വെവ്വേറെ റൂട്ട് കൊടുക്കാം. അപ്പൊ അത് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോവാണ്. അപ്പൊ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് ഓരോരുത്തർക്ക് റൂട്ട് മാറ്റി കൊടുത്തു. റൂട്ട് 4 ഇൻറ്റു റൂട്ട് 2/3 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 4 എന്താ 2 ഇൻറ്റു റൂട്ട് 2/3. ഇതല്ലേ നമ്മളിവിടെ തെളിയിക്കാൻ പറഞ്ഞത്.
അപ്പൊ ആദ്യത്തെ കാര്യം നമ്മൾ തെളിയിച്ചു കേട്ടോ. എന്തായിരുന്നു? റൂട്ട് 2 and 2/3 2 into root 2/3 ആണെങ്കിൽ ഇനി എഴുതാൻ പറ്റുമോ? ഇതുപോലത്തെ വേറെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന ചോദ്യം. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ തന്നെ നമ്മൾ ഒന്ന് കണ്ടു മനസ്സിലാക്കണം അല്ലേ? നമുക്ക് ബാക്കി വായിച്ചു കളയാം. അപ്പൊ നമ്മൾ ഇതിനെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുവാണ് കേട്ടോ. എന്താണ്? റൂട്ട് ഓഫ് 2 and 2/3 = 2 into root 2/3. ഇതുപോലത്തെ ഇനി എഴുതാൻ പറ്റുമോ? അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ നമ്പറും സെയിം തന്നെയല്ലേ വന്നേക്കണേ. ഇതാണെങ്കിൽ എത്രയാണ്? ഇതിനൊക്കെ ഇനി ഒന്ന് കൂടുതൽ. അപ്പൊ ഇതുപോലത്തെ വേറെ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഏതായിരിക്കും? റൂട്ട് ഓഫ് 3 and 3 ഏത് നമ്പർ നിങ്ങൾ എടുക്കും? 4 എന്ന് എടുക്കുമായിരിക്കും അല്ലേ? 4 എന്നെടുത്താൽ 3 and root 3/4 എന്ന് എഴുതാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് ഇത് നോക്കി വിലയിരുത്തുമ്പോൾ നമുക്ക് അതാണല്ലോ മനസ്സിലാവണത്. ഈ നമ്പറും സെയിം, ഇത് അതിനൊക്കെ ഇനി ഒന്ന് കൂടുതൽ. ചിന്തിക്കുന്ന രീതിയായിട്ടോ പറയണേ. അപ്പൊ നോക്കിയേ, ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷന്റെ ഇംപ്രോപ്പർ ആക്കുമ്പോൾ 12 + 3 15/4 എന്ന് വന്നു. 15/4 = 15 നമുക്ക് എങ്ങനെ എഴുതാം? 5 into 3 എന്നല്ലേ എഴുതാൻ പറ്റാ? വേറെ ഏതെങ്കിലും രീതിയിൽ 15 എഴുതാൻ പറ്റുമോ? 5 into 3 റൂട്ട് താഴോട്ടിട്ടോ /4. ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ. നമ്മൾ മുമ്പേ ചെയ്തനുസരിച്ച് എന്തായിരുന്നു? നമ്മളിങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു റൂട്ടുള്ള നമ്പറും ഒരു റൂട്ടില്ലാത്ത നമ്പറും ആയിട്ട് വരുന്നുണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെ വന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈ മെത്തേഡ് അല്ല. ഏത് മെത്തേഡ് അല്ലെന്ന്? ഈ താഴെയുള്ളത് 3ഉം 3ഉം 4ഉം, അതായത് ഇവിടെ ഉള്ളത് ഒന്ന് കൂട്ടുന്നതല്ല, മറ്റെന്തോ ആണ്. അപ്പൊ നമുക്ക് നോക്കാം അതെന്താണെന്ന്. അപ്പൊ ഇത് ശരിയാവില്ല എന്ന് മനസ്സിലായി. എന്തിനാ ഇത് ചെയ്ത് കാണിച്ചെന്നറിയാം? നിങ്ങൾക്കൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന ചിന്ത ഇതായിരിക്കും. അപ്പോൾ ഇത് ശരിയാവില്ല എന്ന് ചെയ്ത് തന്നെ നോക്കാം. ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉറച്ചു ഇത് ശരിയാവില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ് ശരിക്കുള്ള മെത്തേഡ് എന്ന് നോക്കാം. ഓക്കെ മക്കളെ, നമ്മളിവിടെ ഇതിനെ ഒന്ന് വേറെ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോവാം. റൂട്ട് ഓഫ് ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇതിനെ എന്ത് എഴുതാൻ പറ്റണം? x into x by ഈ നമ്പർ രണ്ട് സെയിം. ഓക്കെ, ബൈ ഈ താഴത്തെ നമ്പറാണ് പ്രശ്നക്കാരൻ അല്ലേ? അപ്പൊ നമ്മൾ അതിനെ എന്തെടുക്കണോ? എന്തുവാണ്, ഏതാ നമ്പർ എന്ന് അറിയില്ല. n = ഇവര് പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റാണെന്ന് വെച്ചാൽ ഈ x എന്ത് വരും? പുറത്തേക്ക് വരും. x into root x by n. നമുക്ക് ആരെ കണ്ടുപിടിക്കേണ്ടത്? ഈ n എന്താന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ശ്രമിക്കണേ കേട്ടോ. അപ്പൊ നോക്കിയേ, ഇനി നമ്മൾ ഈ രണ്ട് വശത്തുള്ളവരെയും ചെയ്യാൻ പോവാണ് കേട്ടോ. രണ്ട് വശത്ത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മളുടെ ഏതൊരു 2 and 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 + 1/2. 3.5 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 3 വരെയും കൂടി കൂട്ടുന്നതെന്നല്ലേ അർത്ഥം. 2.5 എന്ന് വെച്ചാൽ എന്താണ്? 2 വരെയും കൂട്ടുക. ഇനി 5.25 എന്ന് വെച്ചാൽ എന്താണ്? 5ഉം 3/4 തമ്മിൽ കൂട്ടുക. ഇതാണല്ലോ ഈ മിക്സഡ് ഫ്രാക്ഷന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ x and x by n എന്ന് വെച്ചാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് x + x by n which is equal to ഇവിടെയോ ഈ എക്സിനെ നമ്മൾ അകത്തോട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? x² into x by. ഈ എക്സിനെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താവും? പുറത്തേക്ക് എടുക്കുമ്പോൾ x വരണമെങ്കിൽ ഉള്ളിൽ എന്തായിരിക്കണം? സ്ക്വയർ ആയിരിക്കണം. അപ്പൊ x² into x by n which is equal to നോക്കിയേ, ഇപ്പൊ രണ്ട് സൈഡിലും റൂട്ട് ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലും റൂട്ട് ഉണ്ട്, ഓർമ്മ വേണം. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? x + x by n = ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ x³ by n. റൂട്ട് ഓഫ് x³ by n. അപ്പൊ രണ്ട് സൈഡിലും ഇപ്പൊ റൂട്ട് ഉള്ള സ്ഥിതിക്ക് റൂട്ട് കളയാം. therefore ഇപ്പൊ എന്ത് വന്നു? therefore x + x by n = x³ by n. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ LCM എടുക്കാണ്. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണു. nx + x by n. ഓക്കെ, nx + x by n = x³ by n. അപ്പൊ ഇപ്പൊ രണ്ട് സൈഡിലും ഹോൾ ബൈ n. അപ്പൊ നമുക്ക് വെട്ടിക്കളയാലോ അല്ലേ? നേരത്തെ എന്താ വെട്ടാൻ പറ്റാതിരുന്നേ? ഇവിടെ മാത്രമേ n ഉണ്ടായിരുന്നുള്ളൂ, ഇതിന് മാത്രം.
അപ്പോൾ ഹോൾ പൈ എന്ന് വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്തു. Therefore, this equal to നോക്കിയേ, ഇതിലും എക്സ് ഉണ്ട് അല്ലേ? അപ്പൊ അതിൽ നിന്ന് എക്സ് പൊതുവായിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്താ വരാ? n+1 ഈക്വൽ ടു എക്സ് ക്യൂബ്. നോക്കിയേ, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്. അപ്പൊ എന്ത് വരും? n+1 ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ, ഇവിടെ ഇൻറ്റു എക്സ് അല്ലേ, അതിപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ബൈ എക്സ് എന്നാവും. അതായത് ഇതിന്റെ അർത്ഥം എന്താ? എക്സ് സ്ക്വയർ. n+1 ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? n എന്താണെന്നായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n ഈക്വൽ ടു എന്ത് വരും? എക്സ് സ്ക്വയർ -1. കിട്ടിയോ? അപ്പൊ നമ്മുടെ ഈ ചോട്ടിലുള്ള വില എങ്ങനെയാണ് എടുക്കേണ്ടത്? നമ്മളുടെ ഈ മുകളിലുള്ള വാല്യൂ എന്താണോ അതിന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ചിട്ട്. അപ്പൊ നോക്കി, ഇവിടെ ശരിയല്ലേന്ന്? ഇവിടെ 3 അല്ലേ എഴുതിയേക്കണേ? 3 എന്ന് വെച്ചാൽ എന്താണ്? മുകളിലുള്ള വാല്യൂ, അതായത് എക്സ് ഇവിടെ എന്താ? 2. അപ്പൊ 2 സ്ക്വയർ -1 അതല്ലേ നമുക്ക് 3 എന്ന് കിട്ടിയിരിക്കുന്നേ? ശരിയല്ലേ? അപ്പൊ നമ്മൾ ഈ n-നെ എടുക്കേണ്ട രീതി എന്താണ്? എക്സ് സ്ക്വയർ -1 വെച്ചിട്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഇത് മനസ്സിലായല്ലോ അല്ലേ മക്കൾക്ക്? ഇത് എഴുതി വെക്കാം. അപ്പൊ നമ്മൾ ആ റൂള് കണ്ടുപിടിച്ചു, ഏത് നിയമം അനുസരിച്ചിട്ടാണ് n എഴുതേണ്ടതെന്ന്. നമ്മൾ മുമ്പേ ചെയ്തു തുടങ്ങിയ നമുക്ക് നോക്കാം. 3 and 3 by ഏത് നമ്പർ എഴുതേണ്ടത് മക്കളെ? 3യുടെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കണം. 3 സ്ക്വയർ -1. അപ്പൊ എന്ത് വരും ഇവിടെ? 8. റൂട്ട് ഓഫ് 3 and 3/8 ഈക്വൽ ടു ഈ രീതിയിൽ 3 × √3/8 എന്ന് എഴുതാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 24 + 3 √27/8 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 27നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 × 3 എന്ന് എഴുതാം അല്ലേ? /8. അപ്പൊ റൂട്ടുള്ള നമ്പർ, റൂട്ടില്ലാത്ത നമ്പർ, ഇതിൽ നിന്ന് റൂട്ട് പുറത്തേക്ക് എടുക്കാമല്ലോ. 9ന്റെ എടുത്തപ്പോ 3 ആയി. കണ്ടോ? ആൻസർ വന്നില്ലേ? അപ്പൊ അവര് നമ്മളോട് എന്താ ചോദിച്ചത്? ഇങ്ങനത്തെ വേറെ നമ്പർ എഴുതാവോന്ന്. ഇങ്ങനത്തെ വേറെ ഒരു നമ്പർ അല്ല, ഇഷ്ടം പോലെ നമ്പർ നമുക്ക് എഴുതാം. ഇനി വേറൊരെണ്ണം മക്കൾ പറഞ്ഞേ, നമ്മൾ 3 and 3/8 എടുത്തു. ഇപ്പൊ 5 എടുക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 5 ആണ് എടുക്കുന്നതെങ്കിൽ, അതായത് എക്സ് 5 എന്ന് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? റൂട്ട് ഓഫ് 5 and 5/5ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടാ? 24 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ നിങ്ങൾ മാറ്റി നോക്കിയേ. 24 × 5 20 ബാലൻസ് 2 120 എന്ന് കിട്ടും. +5 അപ്പൊ 125/24 ഇംപ്രോപ്പർ ആക്കിയം വിച്ച് ഈസ് ഈക്വൽ ടു 125നെ നമുക്ക് എങ്ങനെയാണ് ഒരു അതായത് ഒരു പ്രോപ്പർ സ്ക്വയറും അല്ലാത്തതായിട്ട് എഴുതാൻ പറ്റുക. അപ്പൊ 25 × 5 എന്ന് എഴുതാം അല്ലേ? /24 വിച്ച് ഈസ് ഈക്വൽ ടു 25ന്റെ എന്താണ്? 5 √5/24. അതെല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? ഉണ്ടോ? ഇനി എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് എഴുതാം. മനസ്സിലായെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ആ ഒരു ചോദ്യത്തോടുകൂടി ഈ പാഠം തീരാണ് കേട്ടോ. നോക്കിയേ, എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നേ? all red triangles in the picture are equilateral. What is the ratio of the sides of the outer and inner squares? ഒരു കണ്ടു കഴിഞ്ഞാൽ കൊനസ്റ്റ് പിടിച്ചൊരു പിക്ചറാ അല്ലേ? കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നണില്ലേ? പക്ഷെ സംഭവം സിമ്പിളാട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒരു വില തോന്നണില്ലെങ്കിലും സംഭവം എളുപ്പമുള്ളതാണ്. അതിലെന്താണ്? എല്ലാ റെഡ് ട്രയാങ്കിളുകളും ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. എന്താ ഈക്വലാറ്ററൽ എന്ന് വെച്ചാൽ? ഓൾ സൈഡ്സ് ഈക്വൽ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ഔട്ടർ ആൻഡ് ഇന്നർ സ്ക്വയർ? ചുരുക്കി പറഞ്ഞാൽ ഔട്ടർ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ നീളവും കാണണം, ഇന്നർ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ നീളവും കാണണം. ഇന്നർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടാ നടുവിൽ ആ വലിയ സ്ക്വയറിൻ്റെ നടുക്ക് ഒരു ചെറിയ സ്ക്വയർ വന്നേക്കണത്? ആ സ്ക്വയറും പുറത്തെ സ്ക്വയറിൻ്റെയും ലെങ്ത്തുകൾ തമ്മിലുള്ള റേഷ്യോ കാണണം. അപ്പം നമുക്ക് അവർ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു സ്ക്വയർ വരയ്ക്കാം. ഇതുപോലെയല്ലേ മക്കളെ നിങ്ങളുടെ ഏകദേശം നിങ്ങളുടെ ടെക്സ്റ്റ് വരച്ചിരിക്കുന്നത്?
ഇതിൽ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതൊക്കെയാണ് എന്ത്, നമ്മുടെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ്. ഇനി നമുക്ക് ഇതിനൊരു പേരും കൂടെ കൊടുക്കാം, നമുക്ക് സംസാരിക്കുമ്പോൾ എളുപ്പത്തിന്. അപ്പം നമ്മൾ വലിയ സ്ക്വയറിനെ എ ബി സി ഡി എന്ന് വിളിക്കണം. ഇതിൻ്റെ ഉള്ളിലെ ചെറിയ സ്ക്വയറിനെ നമുക്ക് പി ക്യു ആർ എസ് എന്ന് വിളിക്കാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് ആദ്യം എഴുതാം. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? റേഷ്യോ ബിറ്റ്വീൻ ദ സൈഡ്സ് ഓഫ് ഇന്നർ സ്ക്വയർ ആൻഡ് ഔട്ടർ സ്ക്വയർ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എന്ത് കണ്ടുപിടിക്കണം? ഇന്നർ സ്ക്വയറിന്റെ സൈഡിന്റെ നീളവും കണ്ടുപിടിക്കണം, ഔട്ടർ സ്ക്വയറിന്റെ സൈഡിന്റെ നീളവും കണ്ടുപിടിക്കണം. അതിനുശേഷം അവർ തമ്മിലുള്ള റേഷ്യോ നോക്കണം. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇപ്പൊ നമുക്ക് ആകെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായി ഈ ചോദ്യത്തില്? പുറത്തുള്ളത് ഒരു സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുണ്ട്? ഉള്ളിലുള്ളത് ഒരു കുഞ്ഞി സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ക്ലൂ എന്താ തന്നിരിക്കുന്നത്? ഈ റെഡ് കളറിലുള്ളതെല്ലാം ഒരേ അളവുകളുള്ള ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണെന്ന് അറിയാം. ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പുറത്തൊരു സ്ക്വയർ, ഉള്ളിലൊരു സ്ക്വയർ, ഇതെല്ലാം ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ്. ഇത്രയും കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ രണ്ട് സ്ക്വയറുകളുടെ ലെങ്ത് കണ്ടുപിടിക്കണം. ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾക്ക് ഈ ഇതിന്റെ നീളം അറിയില്ല അല്ലേ? ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒന്നും വശങ്ങൾ അറിയില്ല. നമുക്ക് ആകെ ഒരു കാര്യം അറിയാം, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ മൂന്ന് വശവും ഒരേ നീളത്തിലുള്ള ട്രയാങ്കിൾ ആണെന്ന് അറിയാം. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഓൾ സൈഡ്സ് ഈക്വൽ. ഇത്രയും മാത്രം അറിയാം. അപ്പൊ നമ്മൾക്ക് എത്രയാ ലെങ്ത് എന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ലെങ്ത് എടുക്കാമല്ലോ. 2a. എന്തുകൊണ്ടാണ് നമ്മൾ 2a എന്ന് എടുക്കണേ? എവിടെയെങ്കിലും നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നാൽ അപ്പൊ എന്ത് വരും? a എന്ന് വരും. ഇനി നമ്മൾ a എന്നാണ് എടുക്കണമെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? a/2 എന്ന് വരും. അപ്പൊ നമ്മൾ a/2, അപ്പൊ ഫ്രാക്ഷൻ വെച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമ്മൾ എന്തെടുക്കുന്നത്? 2a എന്ന് എടുക്കുന്നത്. അപ്പൊ എന്തായിക്കോളും? കട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ a എന്ന് വരും അല്ലേ? അതിനുവേണ്ടി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. a എന്ന് എടുത്താലും തെറ്റൊന്നും വരില്ല. അപ്പൊ let 2a be the length of the side of equilateral triangle. അങ്ങനെ നമ്മൾ 2a എടുത്തപ്പോൾ നമുക്ക് കുറേ വശങ്ങളുടെ സൈഡുകളുടെ നീളം കിട്ടിയില്ലേ? കുറേ, അതായത് ഈ റെഡ് കളറിലുള്ള എല്ലാ ഈക്വലാറ്ററൽ ട്രയാങ്കിളുകളുടെ മൂന്ന് സൈഡ് എത്രയാണെന്ന് കിട്ടി? 2a വെച്ചിട്ടാണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം 2a. ഈ വശവും 2a, ഈ സൈഡ് 2a. മൂന്ന് സൈഡും അതുപോലെ ഇതെടുക്കുമ്പോൾ ഇതിന്റെ ഈ വശം 2a, 2a, 2a. ഇതെടുക്കുമ്പോൾ ഇത് 2a, ഇത് 2a, ഇത് 2a, ഇത് 2a നിന്നും ഇത് 2a നിന്നും ഈ വശം 2a വരും. ഇത് 2a ആകും, ഇത് 2a ആകും, ഇത് 2a ആകും. അതിൽ ഈ ട്രയാങ്കിളിന്റെ ഈ വശം 2a ആകും. 2a, 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 ഇതും 2a. ഇത്രയും വശങ്ങളുടെ ലെങ്ത് നമുക്ക് കിട്ടി. അപ്പോൾ ഇപ്പൊ പരിഹരിക്കപ്പെടാത്തതായിട്ട് കിടക്കുന്ന പ്രശ്നം എന്താ? നമുക്ക് വേണ്ടുന്നത് എന്താ? ഈ എ ബിയുടെ നീളം വേണം അല്ലേ? ഇതല്ലേ ഒരു വശം, വലിയ സ്ക്വയറിന്റെ ഒരു വശം എന്ന് വെച്ചാൽ എ ബിയുടെ നീളം. എ ബിയുടെ നീളത്തിൽ ഇത്രയും നീളം നമുക്ക് അറിയാം, പക്ഷേ ഇത്രയും നീളം നമുക്ക് അറിയില്ല. കണ്ടോ? ഇത് ചോദ്യചിഹ്നമായിട്ട് നിൽക്കണം. ഇവിടെ നമുക്ക് എത്ര വേണം? പി ക്യു അല്ലെങ്കിൽ എക്സ് പി, ഈ ഏതെങ്കിലും ഒരു വശത്തിന്റെ നീളം കിട്ടണം. ഈ നീളവും നമുക്ക് അറിയില്ല, അതും ചോദ്യചിഹ്നമായിട്ട് നിൽക്കണം. അപ്പൊ ഈ വശം സോൾവ് ചെയ്തെടുക്കണം. ഈ വശം എത്രയാണെന്ന് അറിയില്ല, അത് സോൾവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ഇപ്പൊ ഇതിനൊരു പേര് കൊടുക്കാം. ഈ വശത്തിനെ നമ്മളിപ്പോ എക്സ് എന്ന് വിളിച്ചു എന്ന് വിചാരിക്കും. അതുപോലെ എക്സ് എന്ന് വിളിച്ചു. അപ്പൊ എക്സ് പി ഇപ്പൊ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ടു ഫൈൻഡ് എക്സ് ബി. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? നമുക്ക് ആകെ അറിയണത് എന്താ? ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ വശങ്ങൾ മാത്രമേ അറിയുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് അതിനെ ഒന്ന് ഈ പോയിന്റിൽ നിന്ന് താഴേക്കൊന്ന് കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ നമ്മളായിട്ട് വരയ്ക്കുന്നതായതുകൊണ്ട് എന്ത് ചെയ്യണം? ഡോട്ടഡ് ലൈൻസ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയേ. ഈ റൈറ്റ് ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വശത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ പറ്റുമോ?
നമ്മൾ ഈ വശത്തിന് ഇപ്പോൾ ഓന്നും കൂടി പേര് കൊടുത്തു, OB. ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. എന്താ ചലഞ്ച് ഇവിടുത്തെ? നമ്മൾക്ക് രണ്ട് വശത്തിന്റെ നീളം അറിയാമെങ്കിലാണ് നമുക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിക്കാൻ പറ്റുക. ഇവിടെ എന്താ പ്രശ്നം? ഒരേ ഒരു വശത്തിന്റെ നീളം മാത്രമേ നമുക്ക് അറിയാവുന്നതുള്ളൂ. ഇത് നമ്മളിപ്പോ M എന്ന് വിളിച്ചു. അപ്പൊ OM നമുക്ക് അറിയില്ല, OB അറിയില്ല. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചില ബുദ്ധിപൂർവമായ നീക്കങ്ങൾ നടത്തും. എന്ത് ബുദ്ധിപൂർവമായ നീക്കമാണ്? നമ്മൾക്ക് ദേ ഈ എമ്മിൽ നിന്ന് ഇപ്പുറത്തേക്കും കൂടി ഒരെണ്ണം വരയ്ക്കാം, പെർപെൻഡിക്കുലർ. ഇങ്ങനെ വരച്ചു. അപ്പൊ നോക്കിയേ, ഇതിപ്പോ ഒരു OMNB എന്ന് പറയുന്നത് ഇപ്പൊ ഒരു റെക്റ്റാങ്കിൾ അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഈ വശത്തിന്റെ നീളവും ഈ വശത്തിന്റെ നീളവും സെയിം ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് സൈഡുകൾക്ക് ഒരേ നീളമായിരിക്കും. അപ്പൊ നമുക്ക് ഈ BMന്റെ അല്ലെങ്കിൽ NBയുടെ നീളം നമുക്ക് അറിയാലോ. NBയുടെ നീളം എത്രയും മൊത്തം സൈഡ് എത്രയായിരുന്നു? 2A. അപ്പൊ നമ്മൾ ഇതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്തപ്പോൾ ഇപ്പൊ ഇത് എത്രയായിട്ട് മാറി? ഇത് A. അപ്പോ BN എന്നുള്ളത് A ആണെന്ന് കിട്ടി. BNA ആണെങ്കിൽ സ്വാഭാവികമായിട്ടും OM എന്തായിരിക്കും മക്കളെ? A ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ വശത്തിന്റെ നീളവും കിട്ടി. അപ്പൊ നോക്കിയേ, ആ റൈറ്റ് ട്രയാങ്കിളില് രണ്ട് പേരുടെ നീളം നമുക്ക് കിട്ടി. മിസ് ഇതൊന്നും കൂടി എടുത്ത് വരയ്ക്കാം കേട്ടോ. അതിന് മുമ്പ് ചില കാര്യങ്ങൾ എഴുതണ്ടേ? ടു ഫൈൻഡ് XB, OM perpendicular to XB and അടുത്തത് എന്താ പെർപെൻഡിക്കുലർ വരച്ചത്? MN perpendicular to BC. BCക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് MN വരച്ചു. Therefore എന്ത് കിട്ടി? OMNB is a rectangle. റെക്റ്റാങ്കിൾ ആണെന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് എന്താണ്? OM equal to NB equal to A. അതുകൊണ്ടാണ് നമുക്ക് എന്തിനു പറയാൻ പറ്റിയത്? OMന്റെ നീളവും NBയുടെ നീളവും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റിയത്. അത് എത്രയാണ്? A ആണെന്ന് എങ്ങനെയാ വന്നത്? ഹാഫ് ഓഫ് 2A. 2Aയുടെ പകുതി, അങ്ങനെയാണ് A എന്ന് കിട്ടിയത് കേട്ടോ. അപ്പൊ OM equal to, ഇനി നമുക്ക് ഇപ്പൊ ഈ ട്രയാങ്കിൾ എടുത്ത് വരയ്ക്കാം. Consider triangle OMB. OMB നമ്മൾ എടുത്ത് വരച്ചു. ഇത് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കണേ? A. ഇത് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കണേ? 2A. അങ്ങനെയാണെങ്കിൽ OB equal to എന്ത് വരും? Therefore OB equal to root of, നമ്മുടെ പൈത്തഗോറസ് തിയറം ആണ്, 2A whole square minus A square. That is root of 4A square minus A square. 4A square നിന്ന് ഒരു A square പോയി കഴിഞ്ഞാൽ 3. That is root of 3A square. Aക്ക് റൂട്ട് A square റൂട്ട് ഉണ്ടല്ലോ. അപ്പൊ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വന്നു? റൂട്ട് 3A എന്ന് വന്നു. റൂട്ട് 3A അത് എത്രയുടെ നീളം മക്കളെ? ഈ OBയുടെ നീളം നമുക്ക് കിട്ടിട്ടോ. OBയുടെ നീളം റൂട്ട് 3A എന്ന് വന്നു. അപ്പൊ OBയുടെ നീളം റൂട്ട് 3A ആണെങ്കിൽ അത് തന്നെയല്ലേ ഇപ്പുറത്ത് വരുന്നത് ഈ നീളവും. അപ്പൊ ഈ OX എന്ത് തന്നെ വരും? റൂട്ട് 3A എന്ന് തന്നെ വരും. ഇതും റൂട്ട് 3A. അപ്പൊ റൂട്ട് 3A അത് ടോട്ടൽ ആണ് എന്ത്? XBയുടെ നീളം. അപ്പൊ XBയുടെ നീളം എന്തായിരിക്കും വരുന്നത്? റൂട്ട് 3A പ്ലസ് റൂട്ട് 3A. Therefore ഇവിടെ എഴുതട്ടെ മിസ്. Therefore length of XB equal to 2 into root 3A. എന്തുകൊണ്ടാണ്? റൂട്ട് 3A തന്നെ 2 ടൈംസ് വന്നു. Which is equal to 2 root 3A. കിട്ടിയില്ലേ? ഈ നീളം കിട്ടി. XB എന്ന് പറയുന്ന ഈ വശത്തിന്റെ, അതായത് ഏതായിരുന്നത്? നമ്മുടെ ഈ റെക്റ്റാങ്കിളിന്റെ, ഈ വലിയ റെക്റ്റാങ്കിളിന്റെ ഒരു വശമായിരുന്നു XB. അത് 2 root 3A ആണെന്ന് കിട്ടി. ഇത് 2 root 3A ആണെങ്കിൽ അത് തന്നെയല്ലേ മക്കളെ ഈ റെക്റ്റാങ്കിളുകളുടെ എല്ലാം സൈഡ് വരുന്നത്? അപ്പൊ അതെല്ലാം എന്താണെന്ന് വന്നു? ഈ വശം എല്ലാം 2 root 3A ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് എന്താ? ഈ കുഞ്ഞു സ്ക്വയറിന്റെ PQ എന്ന് പറയുന്ന സൈഡാണ് അറിയേണ്ടത്. അപ്പൊ ഈ PQയില്
നിങ്ങൾ ഇവിടെ തൊട്ട് പി തൊട്ടിട്ട് ഇവിടെ നമ്മളിപ്പോൾ MO Y എവിടെയെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടോ? Y എന്നല്ലല്ലോ, നമ്മൾ Y എന്ന് മാർക്ക് ചെയ്യണം. PY എടുത്ത് നോക്കിയേ, PYയില് നമുക്ക് OYയുടെ നീളം അറിയാം. എത്രയാണ്? 2A. മൊത്തം PY എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2√3A. അപ്പൊ 2√3Aയിൽ നിന്ന് 2A കുറയ്ക്കുന്നതായിരിക്കുമല്ലോ ഈ ഒരു PQന്റെ നീളം. ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ലെങ്ത് ഓഫ് XB നമുക്ക് കിട്ടി. ഇപ്പോ ടു ഫൈൻഡ് XB അതിപ്പോ നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. ബാക്കി പ്രൂവ് ചെയ്ത ഭാഗങ്ങൾ മാത്രം കളയാണ്, മായ്ക്കുവാണേ. ലെങ്ത് ഓഫ് XB ഈക്വൽ ടു √3A plus √3A that is equal to 2√3A എന്ന് കിട്ടി. ഫോർ length of therefore length of AB വലിയ ട്രയാങ്കിൾ വലിയ സ്ക്വയറിന്റെ ലെങ്ത് which is equal to എന്ത് വന്നു? 2A plus ഈ ലെങ്ത് അല്ലേ, AX plus XB. AX എന്ന് വെച്ചാൽ 2A ആണ്, പ്ലസ് XB എന്ന് വെച്ചാൽ എന്താണ്? 2√3A which is equal to രണ്ടിലും 2A കോമൺ ആയിട്ടുണ്ട്. അപ്പൊ അത് പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്ത് കിട്ടി? 1 plus √3. ഓക്കെ, 1 plus √3 ആണ് ഇത് വലിയ സ്ക്വയറിന്റെ നീളം. ഇനി നമുക്ക് PQ കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് PQ. അപ്പൊ PQ കാണാൻ വേണ്ടി നിങ്ങൾ നോക്കിയേ, PQ ഈക്വൽ ടു PY മൈനസ് QY ചെയ്താൽ പോരെ. PQ ഈക്വൽ ടു PY മൊത്തം നീളമാണ് PY, അതിൽ നിന്ന് ഇത്രയും നീളം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ ലെങ്ത് അല്ലേ. അപ്പൊ PY മൈനസ് QY. PY എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു റെക്ടാങ്കിൾ അല്ലേ. ഇതിന്റെ ഈ വശത്തിന്റെ നീളം 2√3A ആണ്. അപ്പോ ഈ PYയുടെ നീളം എത്ര തന്നെയായിരിക്കും? 2√3A തന്നെയായിരിക്കും. അപ്പോ 2√3A മൈനസ് QY നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് അല്ലേ. അപ്പൊ 2B. ഇതിലും അതുപോലെ തന്നെ രണ്ടിനും എന്തുണ്ട്? 2A കോമൺ ആയിട്ടുണ്ട്. അപ്പൊ എന്ത് വരും? √3 മൈനസ് 1 എന്ന് വരും. അപ്പൊ 2A ഇൻറ്റു √3 മൈനസ് 1 ചെറിയ സ്ക്വയറിന്റെ സൈഡ്, വലിയ സ്ക്വയറിന്റെ സൈഡ് 2A ഇൻറ്റു 1 പ്ലസ് √3. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇവരുടെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എഴുതാലോ. മുകളിലത്തെ ഭാഗം മിസ് വായിക്കുകയാണ് കേട്ടോ. റേഷ്യോ ബിറ്റ്വീൻ ദ സൈഡ്സ് ഓഫ് ഇന്നർ സ്ക്വയർ ആൻഡ് ഔട്ടർ സ്ക്വയർ. ഇന്നർ സ്ക്വയർ ഔട്ടർ സ്ക്വയറിനോട് തന്നെയല്ലേ ചോദിച്ചേക്കണേ നിങ്ങളുടെ ടെക്സ്റ്റില്? അല്ല, ഔട്ടർ സ്ക്വയർ ആൻഡ് ഇന്നർ സ്ക്വയർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോ ലെങ്ത് ഓഫ് ഔട്ടർ സ്ക്വയർ ഈസ് ടു ലെങ്ത് ഓഫ് ഇന്നർ സ്ക്വയർ ഈക്വൽ ടു ലെങ്ത് ഓഫ് ഔട്ടർ സ്ക്വയർ എന്ന് വെച്ചാൽ ഏതാ മക്കളെ? ഏതെങ്കിലും ഒരു വശത്തിന്റെ നീളം മതി, കാരണം സ്ക്വയർ ആയതുകൊണ്ട് 4 വശത്തിന് ഒരേ നീളമാണ്. അപ്പൊ AB, അപ്പൊ ലെങ്ത് ഓഫ് AB നമുക്ക് എഴുതാം. അതെന്തായിരുന്നു? 2A ഇൻറ്റു 1 പ്ലസ് √3 ഈസ് ടു ഇതെന്ത് വരും? 2A ഇൻറ്റു √3 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു നോക്കിയാൽ രണ്ടിലും ഒരേ റേഷ്യോ. അപ്പൊ അത് കട്ടായി, സെയിം ടേം കട്ടായി പോവില്ലേ. Therefore എന്ത് വന്നു ആൻസർ? 1 plus √3 is to √3 minus 1. This is the final answer. കാണുമ്പോൾ ഭയങ്കര സംഭവമാണെന്ന് തോന്നുമെങ്കിൽ സിമ്പിൾ ആണ് കേട്ടോ. പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടൂല, വിട്ടുപോകും എന്തായിരുന്നു ചെയ്തതെന്നുള്ളത്. അപ്പം നിങ്ങൾ ഈ കണക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ പുസ്തകം എടുത്ത് വെച്ചിട്ട് വേണം മിസ് പഠിപ്പിച്ച് തരുന്നതിൻ്റെ ഒപ്പം ചെയ്യാൻ. വെറുതെ സിനിമ കാണുന്ന പോലെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറന്നു പോകും. അപ്പോൾ ഓരോ സ്റ്റെപ്പും ചെയ്ത് കുറച്ച് കാണാം, അത് മനസ്സിലാക്കി കഴിയുമ്പോൾ പോസ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ പ്ലേ ചെയ്യാം, കുറേ ഭാഗം കൂടി കാണാം, മനസ്സിലാക്കി കഴിയുമ്പോൾ അത് പോസ് ചെയ്യുക, തനിയെ ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് വേണം ഈ കണക്ക് പഠിക്കാൻ. മാത്രമല്ല ഇത് അടയാളപ്പെടുത്തി വെച്ച് പഠിക്കുക. കാരണം എന്താ, പരീക്ഷയുടെ തലേദിവസം നോക്കേണ്ട കണക്കുകളിൽ പെട്ടതാണ്. പരീക്ഷയുടെ ദിവസം നമുക്ക് എല്ലാ കണക്കും നോക്കാൻ സമയം കിട്ടില്ല അല്ലേ. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകം നോക്കേണ്ടതാണ്, തലേദിവസം നോക്കേണ്ടതാണെന്നുള്ള കണക്കുകൾ അപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു അടയാളം ഇട്ട് വെച്ചോളൂ. അപ്പോൾ പരീക്ഷയുടെ തലേദിവസം അതൊന്നുകൂടി എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക്